ഹലോ ഗൈസ്, വെൽക്കം ടു ഡേ 1234. സമയം ഇപ്പോൾ 6:47. ഞാൻ നേരത്തെ ഗ്രൂപ്പിലിട്ട പോൾ പ്രകാരം നമുക്ക് 14 പേരുണ്ട്. 2 ക്ലാസ്സിന് മേലെ ഉള്ളത്, ഒരു ക്ലാസ് പെൻഡിംഗ് ഉള്ള ഒരാളും, ഐ മീൻ 6 പേരും, 2 ക്ലാസ് പെൻഡിംഗ് ഉള്ള 3, മൊത്തം 23 പേരാണ് ലാഗിങ് ബിഹൈൻഡ്. ആൻഡ് വി ഹാവ് എ ടോട്ടൽ ഓഫ് മേ ബി 30 പേരടുപ്പിച്ച് എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഓൺ ആൻ ആവറേജ്. സോ റെക്കോർഡിംഗ് 2 ദിവസത്തെ കിട്ടിയിട്ടുള്ളൂ, ബാക്കി 2 ദിവസത്തെ വരാൻ കുറച്ച് ഡിലേ ഉണ്ട്. അത് പക്ഷെ ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് ഞാൻ ചേഞ്ച് ചെയ്താൽ നേരത്തെ പറയുന്ന പോലെ കാര്യമില്ല, ഇപ്പൊ 15 ആയി. സോ അതുകൊണ്ട് ഐ തോട്ട് ഓഫ് ലൈക്ക്, ഇത് റെക്കോർഡിംഗ് ഇപ്പോൾ ആണല്ലോ, ഐ തോട്ട് ഓഫ് ലൈക്ക് ഡേ 1 2 3 4 നമുക്കൊന്ന് സ്പീഡ് റൺ പോലെ, കൈൻഡ് ഓഫ് ഒരു ക്രാഷ് കോഴ്സ് പോലെ നമുക്കൊന്ന് ഓടിച്ച് നോക്കാന്നുള്ള ഒരു കാര്യം. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇപ്പൊ റെക്കോർഡ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, സോ ഞാനൊരു 1.5 hours ഈ സാധനം എൻ്റയർലി ഫിനിഷ് ഓഫ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് നോക്കാൻ തീരൂല എന്നുള്ളത്. സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട്. യെസ്, സോ നമ്മളപ്പോൾ ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത് ഡേ 1 ആണ്. ഞാൻ ടൈം സ്റ്റാമ്പ് ഇടാൻ നോക്കാം, അല്ലെങ്കിൽ ഞാൻ ഡേ 1 ഡേ 2 എന്നുള്ളത് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഡേ 1 ചെയ്താണ് ഇപ്പൊ ചെയ്യുന്നത്. ഡെസ്ക്ടോപ്പിൽ നിങ്ങൾ ഒരു ഫോൾഡർ ഉണ്ടാക്കുക. നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് കുഡ് ബി വിൻഡോസ് ഓർ എനിത്തിങ്. സോ ഇതിലും ഫോൾഡർ ഉണ്ടാക്കുന്ന ഒരുപോലെ തന്നെയാണ് മേക്ക് മൈ വെബ് REC എന്ന് പറഞ്ഞ് ഞാനൊരു ഫോൾഡർ ഉണ്ടാക്കി. സോ ഫസ്റ്റ് ഫോൾഡർ ഉണ്ടാക്കി, അതിനകത്ത് ന്യൂ ഫോൾഡർ ഉണ്ടാക്കി. ദിസ് ഈസ് ഡേ 1 REC. ഓക്കെ, സോ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് VS കോഡ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം സ്റ്റാർട്ടിൽ വരികയാണെങ്കിൽ VS കോഡ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഐക്കൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് VS കോഡ് സ്റ്റാർട്ട് ആവും. ഇങ്ങനെയല്ല സ്റ്റാർട്ട് ആവുന്നത്, ഞാൻ നേരത്തെ കോഡ് എഴുതിക്കൊണ്ടിരുന്നതാ. സോ ഇറ്റ് ലുക്ക് സം വാട്ട് കൈൻഡ് ഓഫ് ദിസ്. ഇതുപോലെ ഇരിക്കും ഡിഫോൾട്ട് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഇവിടെ വേറെ എന്തെങ്കിലും ആവാനാണ് സാധ്യത, പക്ഷെ ഇതുപോലെ ഇരിക്കും. സോ ഇവിടെ ടോപ്പ് ലെഫ്റ്റിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഫയൽ ഐക്കൺ കാണാൻ പറ്റും. സോ അത് റെക്കോർഡിംഗ് ആണല്ലോ, യാ, യെസ്. സോ ടോപ്പ് റൈറ്റ് എൻഡിലോട്ട് വരികയാണെങ്കിൽ ഈ സൈഡിൽ ഫയൽ ഐക്കൺ കാണാൻ പറ്റും. സോ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്പൺ ഫോൾഡർ എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയ ഫോൾഡർ ഏതാണ് അതൊന്ന് ഓപ്പൺ ആക്കുക. സോ ഐ ആം ഓപ്പണിംഗ് ഡേ 1 REC. അത് ഓപ്പൺ ആക്കുക. സോ ഇവിടെ നിങ്ങളുടെ ഫോൾഡറിന്റെ പേര് വരണം, സബ് ഫോൾഡർ ആയിരിക്കണം, മെയിൻ ഫോൾഡർ അല്ല. സബ് ഫോൾഡർ ആവണം, മെയിൻ ഫോൾഡർ അല്ല. സോ ഇത്രയും ചെയ്യുമ്പോൾ ഫോൾഡർ ഓപ്പൺ ആയി. സോ ഇപ്പൊ ബൈ ഡിഫോൾട്ട് കുറച്ച് സെറ്റിംഗ്സ് ഡൺ ആണ്. ഇപ്പൊ ഇതിന്റെ കൂടെ ഇനി നമുക്ക്, ഇതാണ് ഒരു ഇനിഷ്യൽ സെറ്റപ്പ് ഫോർ VS കോഡ്. സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ബൈ ഡിഫോൾട്ട് കോഡ് എഴുതാൻ വേണ്ടി, ദാറ്റ് ഈസ് നമ്മുടെ HTML എഴുതാൻ വേണ്ടി നമുക്കൊരു ഫയൽ ഉണ്ടാക്കണം. സോ ആ ഫയൽ എന്ന് പറയുന്നതാണ് index.html. സോ നമ്മൾ എപ്പോഴും ഇൻഡെക്സ് എന്നായിരിക്കും അതിന് പേര് കൊടുക്കുക. കാരണം ഫ്രണ്ട് എൻഡ് വെബ്സൈറ്റ് എല്ലാം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ റെൻഡർ ചെയ്ത് വരുമ്പോഴത്തേക്ക് എല്ലാ സൈറ്റുകളിലും ഇൻഡെക്സ് ആണ്. വെബ്സൈറ്റ് ഇതിപ്പോൾ വാട്സാപ്പ് വെബിന്റെ ഒരു ഇന്റർഫേസാണ്. ഞാനിപ്പോൾ F12 കൊടുക്കുകയാണെങ്കിൽ ഇൻസ്പെക്ട് വിൻഡോ ഓപ്പൺ ആയി വരും. അതിനകത്ത് ഇവിടെ വരികയാണെങ്കിൽ സോഴ്സസ് ഉണ്ട്. ഇതിനകത്ത് കൊടുത്താൽ ഈ വെബ്സൈറ്റിന്റെ കോഡ് കാണാൻ പറ്റും. ഇത് സ്ക്രീൻഷോട്ടുകളാണ്. ഇതാണ് ഇതിന്റെ കോഡ് താണ്ട. ഇതിന്റെ ഇടയിൽ ഈ കാണുന്നത് സ്ക്രിപ്റ്റ് ടാഗുകളാണ്, ഈ കാണുന്നത് HTML. സോ ഇവിടുത്തെ പേര് ശ്രദ്ധിച്ചോ, ഇൻഡെക്സ് എന്നാണുള്ളത്. സോ എല്ലാ ഫ്രണ്ട് എൻഡ് വെബ്സൈറ്റും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ റെൻഡേഡ് ആയി ഒരു ബ്രൗസറിൽ വരുമ്പോൾ അതിന്റെ റൂട്ട് ലെവൽ, ഐ മീൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡെക്സ് ഫയൽ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു ഇൻഡെക്സ് ഫയൽ ഓപ്പൺ ആക്കി. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. ഇവിടെ എസ് പറയാൻ ആളില്ല. സോ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഞാനിത് റിപ്പീറ്റ് ചെയ്യത്തില്ല. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡു ഗോ ബാക്ക് ആൻഡ് സ്റ്റാർട്ട് ഇറ്റ് ഔട്ട് അഗൈൻ. സോ ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കോഡ് എഡിറ്റർ ഓപ്പൺ ആവും, ഇവിടെ ഫയൽ കാണും. ഇതാണ് നമ്മൾ ഫയൽ ഓപ്പൺ ആക്കാൻ ഉപയോഗിച്ച ന്യൂ ഫയലിന്റെ ഐക്കൺ. സോ അതിൽ ക്ലിക്ക് ചെയ്താണ് നമ്മൾ ഫയൽ ഓപ്പൺ ആക്കിയത്. സോ കമ്മിങ് ഓവർ, ഇനി നമുക്ക് കോഡ് ടൈപ്പ് ചെയ്യാം. ഇപ്പൊ ഗ്രൂപ്പിൽ അക്കൗണ്ട് 16 ആയിരിക്കുകയാണ്. സോ എക്സ്ക്ലമേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബൈ ഡിഫോൾട്ട് കുറച്ച് ബോയിലർ പ്ലേറ്റ് കോഡ് കിട്ടും ഫോർ HTML. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ എക്സ്ക്ലമേഷൻ കൊടുത്ത് കുറച്ച് ബോയിലർ പ്ലേറ്റ് കോഡ് എടുത്തു. ഇതിനകത്ത് നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു header1 എന്ന് പറഞ്ഞൊരു ടാഗ് ഇടാം. സോ header1 എന്ന് പറഞ്ഞൊരു ടാഗ് ഇട്ട്. സോ ഇനി എനിക്കിത് എന്റെ ബ്രൗസറിൽ കാണണം. ഇതാണ് എന്റെ ബ്രൗസർ. എനിക്കിപ്പോൾ ഈ കോഡ് ഇവിടെ കാണണം. സോ അതെങ്ങനെ കാണും? സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്നെങ്കിൽ നമ്മുടെ ഫയലുള്ള ഇവിടെ വന്നിട്ട് ഫയൽ ഉണ്ടാക്കിയ ഫോൾഡർ ഓപ്പൺ ആക്കിയ ശേഷം ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ബ്രൗസറിൽ ഓപ്പൺ ആയി വരും. ദിസ് ഈസ് header1. ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ഫയലാണ് header1. സോ ഞാനിപ്പോ അവിടെ വരികയാണെങ്കിൽ, ഇവിടെ പോവുകയാണെങ്കിൽ, ഇവിടെ ഇപ്പോൾ header2 എന്നാക്കി സേവ് ചെയ്താൽ ഇവിടെ ഒന്ന് റീലോഡ് ചെയ്യുകയാണെങ്കിൽ header2 ആയി. ഇവിടെ header3 ആക്കി സേവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്നാൽ header3 ആയി. ഓക്കെ, ഈ ഫയൽ തന്നെയാണ് അവിടെ ഉള്ളത്. ഞാനത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കി ബ്രൗസറിൽ കൊണ്ടുവന്നതേ ഉള്ളൂ. പക്ഷെ ഒരു റിയൽ ലൈഫ് സിനാരിയോയിൽ ഒരു വലിയ കോഡ് ബേസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു 10-30 ഫയൽ കാണും. അപ്പൊ ഈ ഓരോ ഫയലും എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത് വരുന്നത് നല്ലൊരു ഫ്ലോ അല്ല.
അത് ഒട്ടും ഡെവലപ്പർ ഫ്രണ്ട്ലി അല്ല, നല്ല മെനക്കേടാ. സോ ആ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇതിന് കുറച്ച് എക്സ്റ്റൻഷൻസ് ഉണ്ട്. രണ്ട് എക്സ്റ്റൻഷൻ ആണ് മെയിൻ ആയിട്ടുള്ളത്. സോ അത് രണ്ടെണ്ണം ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ കുറച്ചുകൂടെ പെട്ടെന്ന് പണി തീർക്കാൻ പറ്റും. സോ ആദ്യത്തെ എന്ന് പറയുന്നത് ഓട്ടോ സേവ് ഓൺ വിൻഡോ ചേഞ്ച് ചെയ്യുമ്പോൾ ഓട്ടോ സേവ് ആവും. എപ്പോഴും കൺട്രോൾ എസ് അടിക്കണ്ട. സോ അത് യുറീരിയാണ്, അത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. രണ്ടാമത്തത് ലൈവ് സെർവർ ബൈ ആരാണ്, ഋത്വിക് ദേവ്. സോ അതും ഈ ഒരു സാധനം ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. സോ അത് രണ്ടും ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ഓട്ടോ സേവ് ഓട്ടോമാറ്റിക്കലി എനേബിൾ ആയിക്കോളും. അതിന് പ്രത്യേകിച്ച് ഒന്ന് നോക്കാനോ ഇൻട്രാക്ഷൻ ആയിട്ടൊന്നുമില്ല. പക്ഷെ വൺസ് ലൈവ് സെർവർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഇവിടെ ഗോ ലൈവ് എന്ന് പറഞ്ഞൊരു ഐക്കൺ ഉണ്ട്, കണ്ടോ? സോ ഈ ഗോ ലൈവ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ചേഞ്ചസ് ഇവിടെ റിഫ്ലക്റ്റ് ആവും. ദാറ്റ് ഈസ് ഇവിടെ ഇൻഡെക്സ് ഉണ്ട്. ഇവിടെ ഞാൻ നേരത്തെ വന്നിട്ട് ഇവിടെ 4 കൊടുക്കണം, ഇവിടെ സേവ് ചെയ്യണം, ഇവിടെ ഒന്ന് റീലോഡ് ചെയ്യണം. അതിന് പകരം ഇവിടെ ഇപ്പൊ ഗോ ലൈവ് ഉണ്ട്. ഗോ ലൈവ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇപ്പൊ ഒരു URL ആണ് ഓപ്പൺ ആയ, ഒരു IP അഡ്രസ് അല്ലെങ്കിൽ ഒരു ലോക്കൽ IP ഉള്ള URL-ഉം അപ്പുറത്ത് ഫയലും. സോ ഇതിപ്പോ എടുത്ത് ഇപ്പുറത്ത് വെച്ചിട്ട് ഞാൻ ഇവിടെ 5 ആക്കുകയാണെങ്കിൽ സേവ് ചെയ്താൽ ഉടനെ അപ്പുറത്ത് വരും, എനിക്ക് റീലോഡ് ചെയ്യണ്ട. ഓക്കെ, സോ രണ്ട് ഫയലുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ വിൻഡോസ് സ്വിച്ച് ചെയ്യുമ്പോൾ മറ്റേ എക്സ്റ്റൻഷൻ കയറും, സേവും ചെയ്തോളും, ഈ എക്സ്റ്റൻഷൻ റീലോഡും ചെയ്തോളും. സോ ഈ രണ്ട് എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ കമ്മിങ് ഓവർ, നമുക്കിനി ഇതിനകത്ത് കുറച്ചധികം ടാഗുകളുണ്ട്. ഒരു ഹെഡ് ടാഗ് ഉണ്ട്, ഒരു ബോഡി ടാഗ് ഉണ്ട്. ഈ ഹെഡ് ടാഗ് എന്ന് പറയുന്നത് നമ്മൾ അതിലോട്ട് വരാം. അതിന് മുമ്പ് ബോഡി എന്താന്ന് നോക്കാം. ബോഡി ടാഗ് എന്ന് പറയുന്നതാണ് നമ്മൾ ഈ കാണുന്ന സാധനം, ഈ വൈറ്റ് സ്പേസ് കാണുന്നതിനാണ് നമ്മൾ ബോഡി ടാഗ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് അതിനകത്ത് എന്ത് കൊടുത്താലും അത് അവിടെ വരും. അതിനിപ്പോ ടാഗ് ഇടാതെ വെറുതെ കൊടുത്താലും അത് അവിടെ വരും, കേട്ടോ. ASDF ഒന്നും വേണ്ട. സോ ഇറ്റ് ഓട്ടോമാറ്റിക്കലി കംസ് ഓവർ ദർ. അതാണ് നമ്മുടെ ബോഡി ടാഗ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ അത് കൂടാതെ നമുക്ക് എന്ത് നോക്കാം. ബോഡി ടാഗ് ഉണ്ട്, അതപ്പോൾ അവിടെ വരും. സോ ഇനി ബോഡി എന്ന് വെച്ചാൽ നമ്മൾ ഈ വൈറ്റ് സ്പേസ് ആണ്, യൂസർ കാണുന്നത് എന്താണോ അതിനാണ് ബോഡി ടാഗ് എന്ന് പറയുന്നത്. ഇനി ഹെഡ് ടാഗിലോട്ട് വരികയാണെങ്കിൽ ഇത് ടെക്നിക്കലി കോഡിൽ ഇവിടെ വിസിബിൾ ആവത്തില്ല. പക്ഷെ ഇവിടെ ഉള്ള ഡോക്യുമെന്റ് ഉണ്ടോ, ഈ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഈ ഡോക്യുമെന്റ് ആണ്. ഇവിടെ ഇപ്പൊ ഞാൻ ടൈറ്റിൽ എന്നാക്കി സേവ് ചെയ്താൽ അവിടെ ടൈറ്റിലാവും. ഇത് കൂടാതെ മെറ്റ എന്ന് പറഞ്ഞിട്ട് 2-3 ടാഗ് ഉണ്ട്. ഐ മീൻ ലൈക്ക് ഇത് ഒരു ടാഗ് ആണ്. ഇതിന്റെ ആട്രിബ്യൂട്ട് ആയിട്ട് കൊടുത്തേക്കുന്നതാണ് ഈ സാധനങ്ങൾ. ദാറ്റ് ഈസ് ആ ടാഗിന്റെ പ്രോപ്പർട്ടീസിനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യണോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർ. നോർമൽ ടാഗുകൾക്കും മെറ്റയ്ക്ക് മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ ടാഗിനും ആട്രിബ്യൂട്ട്സ് ഉണ്ട്. സോ ഇവിടെ ജസ്റ്റ് ഇതിന്റെ കണ്ടന്റിന്റെ വിഡ്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, സ്കെയില് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ആട്രിബ്യൂട്ട് വെച്ചിട്ട്. പിന്നെ ഇത് UTF-8 എന്ന് പറഞ്ഞ എൻകോഡിങ് വെച്ചായിരിക്കും, യൂണിക്കോഡ് എൻകോഡിങ് വെച്ചിട്ടായിരിക്കും റിട്ടേൺ ആവുന്നത്, അല്ലെങ്കിൽ എഴുതുക എന്നുള്ളൊരു സാധനവും പറയുന്നുണ്ട്. സോ അത്രയും കാര്യങ്ങൾ ഇവിടെ ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ചധികം ടാഗുകളുടെ പേര് നോക്കാം. ഇത് ഇത്രയുമാണ് നമ്മൾ ഡേ 1-ൽ കവർ ചെയ്ത ടാഗുകൾ. സോ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കതിനെ അവിടെ നിന്ന് എടുത്തിട്ട് കോഡിനകത്ത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ഓവർ, നമ്മളിപ്പോ നോക്കിയത് ഹെഡർ ടാഗ് ആണ് നോക്കിയത്. ഹെഡർ ടാഗിനകത്ത് തന്നെ നമുക്ക് H1 ഉണ്ട്, H2 ഉണ്ട്, ഹെഡർ 2 ഉണ്ട്, H4 ഉണ്ട്, അതുപോലെ H6 ഉണ്ട്. സോ H6 ഈ 4 മാത്രമല്ല, H1 to H6 എന്ന് പറഞ്ഞൊരു റേഞ്ച് ഓഫ് സാധനങ്ങളുണ്ട്. സോ ഇത് ലിറ്ററലി ഹെഡിങ്സ് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് കാണിക്കുന്നത്. ആ പേര് പോലെ തന്നെ വലുത് ഇതായിരിക്കും ഏറ്റവും വലുത്, H6 ആയിരിക്കും ഏറ്റവും ചെറുത്. ഫോണ്ട് സൈസ് വേരി ചെയ്യും. ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് ഈ ടെക്സ്റ്റിന്റെ സൈസ് ആണ്. ഓക്കെ, അത് അത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ അത് കൂടാതെ നമുക്ക് വേറൊരു സാധനം ഉണ്ട്, പാരഗ്രാഫ് എന്ന് പറഞ്ഞിട്ട്. അത് ജസ്റ്റ് നമ്മൾ എന്ത് ടൈപ്പ് ചെയ്തിരുന്നതും വെറുതെ ടൈപ്പ് ചെയ്തിരുന്നതിൻ്റെന്നും അത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാരഗ്രാഫ് ഇടുന്നത്. സോ ഞാനിപ്പോൾ ഇതിനകത്തൊരു ലോറം 25 കൊടുക്കുകയാണെങ്കിൽ, ലോറം 25 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഡമ്മി ടെക്സ്റ്റ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ലോറം ഒരു വേർഡ് കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അതവിടെ വരും. യാ, സോ അതാണ് ലോറം. ഈ പറയുന്നത് പാരഗ്രാഫ് ടാഗ് ആണ്. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി, കോഡിന് കാണുമ്പോൾ ഒരു സ്ട്രക്ചർ ഉണ്ടാകാൻ വേണ്ടി ടാഗ് വെച്ച് എൻക്ലോസ് ചെയ്യുന്നേ ഉള്ളൂ. ഇതിപ്പോ പാരഗ്രാഫിനകത്ത് ഇട്ടാലും ഇട്ടില്ലെങ്കിലും അത് അതുപോലെ തന്നെ ആയിരിക്കും വരുന്നത്. സോ ബട്ട് ഇടുന്നതാണ് നല്ലത്. യാ, സോ പാരഗ്രാഫ് ടാഗ് ജസ്റ്റ് പാരഗ്രാഫിനെ റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ വാട്ട് ആർ സെമാൻറ്റിക് ആൻഡ് നോൺ സെമാൻറ്റിക് എന്ന് പറയുന്നത്, അതെന്ന് വെച്ചാൽ ലൈക്ക് ഇവിടെ ഇപ്പൊ നിങ്ങൾ നോക്കിയപ്പോൾ തന്നെ ഹെഡർ ഉണ്ട്, ബോഡി ഉണ്ട്, പാരഗ്രാഫ് ഉണ്ട്. ഇത് കൂടെ നമുക്ക് സെക്ഷൻ എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്, ഹെഡർ എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. സോ ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ടാഗിന്റെ പേര് കേട്ടാൽ തന്നെ മനസ്സിലാവും ഇതൊരു സെക്ഷന് വേണ്ടിയാണ്, ഇതൊരു ഹെഡറിന് വേണ്ടിയാണ്. പിന്നെ ഫൂട്ടർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ടാഗ് ഉണ്ട്, വെബ്സൈറ്റിന്റെ താഴത്തുള്ള സാധനം കാണിക്കുന്നത്, ഏറ്റവും താഴെയുള്ള. സോ ഫൂട്ടർ എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട്. ഇതൊക്കെ കേട്ടാൽ തന്നെ മനസ്സിലാവും അതെന്താണെന്നുള്ളത്. സോ അങ്ങനത്തെ മീനിങ് കൺവേയിങ് ആയിട്ടുള്ള ടാഗുകളെയാണ് നമ്മൾ സെമാൻറ്റിക് എന്നും. ഈ H1, H2, PA അങ്ങനത്തെ കുറച്ച് ടാഗുകളുണ്ട്, BOL അങ്ങനത്തേനൊക്കെ നമ്മൾ നോൺ സെമാൻറ്റിക് എന്ന് പറയും. ബിക്കോസ് അവർ പ്രത്യേകിച്ച് മീനിങ് ഒന്നും കൺവേ ചെയ്യത്തില്ല.
സോ അതാണ് സെമാന്റിക് വേഴ്സസ് നോൺ സെമാന്റിക്. ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാഗുകളുടെ കൂടെ ഇങ്ങനെ കൊടുക്കുന്നതാണ്. ഇതിലേക്ക് ഇപ്പോൾ പി ടാഗിന് നോക്കുകയാണെങ്കിലും ജസ്റ്റ് ഒരു സ്പേസ് ഇട്ടിട്ട് കൺട്രോൾ പ്ലസ് സ്പേസ് കൊടുത്താൽ അതിന്റെ ആട്രിബ്യൂട്ട്സ് കാണാൻ പറ്റും. ഇത്രയും ഉണ്ട്, നമ്മൾ എല്ലാം ഒന്നും എക്സ്പ്ലോർ ചെയ്യത്തില്ല, അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം. സോ അത്രയും കവർ ചെയ്തു. ബി എന്ന് പറയുന്നത് നമുക്ക് ബോൾഡ് ടാഗ് ഉണ്ട്. ജസ്റ്റ് ഇപ്പൊ പിക്കകത്ത് ബി എന്ന് പറഞ്ഞ ടാഗ് ഓപ്പൺ ആക്കി ഞാൻ സ്ട്രോങ് എന്ന് കൊടുത്താൽ അത് ബോൾഡ് ആയിട്ട് വരും. കണ്ടോ, ഇവിടെ അതിന്റെ ഫോണ്ട് സൈസ് കണ്ടോ, ഇറ്റ് ലുക്സ് ലൈക്ക് സംതിങ് ഡിഫറെന്റ്, റൈറ്റ്? സോ അതാണ് ബോൾഡ് ടാഗ് എന്ന് പറയുന്നത്. ഇപ്പോഴും റെക്കോർഡിംഗ് ഓൺ ആണല്ലോ അല്ലേ, എനിക്ക് വീണ്ടും റെക്കോർഡ് ചെയ്യാൻ വയ്യ. ഓക്കെ, സോ ഇറ്റ് ലുക്ക് സംതിങ് ഡിഫറെന്റ്, അത് ബോൾഡ് ആയിട്ടിരിക്കും. സോ അത് കഴിഞ്ഞാൽ നമുക്കുള്ളത് ടേബിൾ ടാഗ് ആണ്. സോ നമുക്ക് ടേബിളിന്റെ കോഡ് കോപ്പി പേസ്റ്റ് ചെയ്യാം. ടേബിൾ ടാഗ്സ് ഇൻ HTML എന്ന് ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ ഒരു ഡിഫോൾട്ട് ടേബിൾ കിട്ടും. ഇത് തന്നെയാണ് നമ്മൾ ലൈവിൽ യൂസ് ചെയ്ത കോഡ് എന്ന് പറയുന്നത്. ഞാനത് കോപ്പി ചെയ്തിട്ട് നമുക്കിപ്പോ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാൻ. ഇതല്ല, ദിസ് ഈസ് നോട്ട് മൈ തിങ്. ഗ്രൂപ്പിലെ പോൾ 22 ആയിരിക്കുന്നു. ഓക്കെ, സോ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇവിടെ ടേബിൾ വന്നിട്ടുണ്ട്, പക്ഷെ സംതിങ് ഡസന്റ് ഫീൽ ഗുഡ്. ഇവിടെ എറർ അടിച്ചിട്ടുണ്ട്. പ്രിട്ടിയർ എന്ന് പറഞ്ഞ ഒരു എക്സ്റ്റൻഷനും കൂടെ ഉണ്ട്, അത് ഇൻസ്റ്റാൾ ആക്കിയാൽ അത് എറർ കാണിച്ചു തരും. ഞാനിപ്പോ ഇതിവിടെ പേസ്റ്റ് ചെയ്യാം, ഒരു മിനിറ്റ്. സോ കോപ്പി ദിസ് ആൻഡ് കോപ്പി ദാറ്റ്. പി ടാഗിനകത്തല്ല ടേബിൾ ഇടുന്നത്, അതിനൊരു ഓർഡർ ഉണ്ട്, പുറത്തിടുക. ഓക്കെ, സോ ഇപ്പൊ നോക്കി അറിയാം ഇവിടെ കൈൻഡ് ഓഫ് ഒരു ടേബിൾ പോലത്തെ ഒരു സാധനം വന്നിട്ടുണ്ട്, പക്ഷെ ടേബിൾ അല്ല. അതിന് കാരണം അതിന് ബോർഡർ ഇല്ല. ബൈ ഡിഫോൾട്ട് ബോർഡർ വാല്യൂ 0 ആയിരിക്കും. ഇവിടെ ബോർഡർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിനകത്ത് 1 കൊടുത്താൽ ബോർഡർ വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോർഡർ ഈസ് ആൻ ആട്രിബ്യൂട്ട് ഓഫ് ടേബിൾ ടാഗ്. ബൈ ഡിഫോൾട്ട് അത് 0 ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അത് വരാത്തത്. ഇപ്പൊ നമ്മൾ ടേബിൾ കൊടുത്താൽ, ഐ മീൻ ബോർഡർ 1 കൊടുത്താൽ ബോർഡർ വരും. സോ ബോർഡർ 1 കൊടുത്ത് ബോർഡർ വന്നു. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുറച്ചധികം ടാഗ്സ് നെസ്റ്റഡ് ആയിട്ടുണ്ട്. ടേബിൾ ഇതൊരു സെമാന്റിക് ടാഗ് ആയിരിക്കും, കാരണം അതിന്റെ പേര്, അതിന്റെ മീനിങ്, അതിന്റെ വേർഡിംഗ് തന്നെ ക്ലിയർ ആണ്. സോ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ടേബിൾ ഡ്രോ ഉണ്ട്, അതാണ് TR എന്ന് പറയുന്നത്. TH എന്ന് പറയുന്നത് ടേബിൾ ഹെഡ് ആണ്. അത് കൂടാതെ വീണ്ടും TD ഉണ്ട്. TD എന്ന് പറയുന്നത് ടേബിൾ ഡേറ്റയാണ്. ഓക്കെ, ഇതാണ് ടേബിൾ ഡ്രോയിന്റെ കൂടെ വരുന്ന 3 ആൾക്കാർ. സോ ഇത് ഇങ്ങനെ ഇടരുത്, ഞാൻ ജസ്റ്റ് ഇത് കമന്റ് ചെയ്യാൻ നോക്കിയത്, പക്ഷെ നടന്നില്ല. ഓക്കെ, അത് ഫുള്ളി കമന്റ് ആവും. TR എന്ന് പറയുന്നത് ടേബിൾ ഡ്രോ ആണ്, TH എന്ന് പറയുന്നത് ടേബിൾ ഹെഡ് ആണ്, TD എന്ന് പറയുന്നത് ടേബിൾ ഡേറ്റയാണ്. ടേബിൾ ഡേറ്റയും ടേബിൾ ഹെഡും ആയിട്ടുള്ള ഏക ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഹെഡ് ബോൾഡ് ആയിരിക്കും, ഡേറ്റ ബോൾഡ് ആവത്തില്ല. അത്രേ ഉള്ളൂ, വേറെ ഒരു ഡിഫറൻസും ഇല്ല. സെമാന്റിക്കലി ഒരു സിന്റാക്സ് പോലെ ഹെഡ് ആയിരിക്കും ആദ്യം എഴുതുന്ന, അങ്ങനെ കൺവേ ചെയ്യാൻ വേണ്ടി ഉണ്ടെന്നേ ഉള്ളൂ. സോ ഇത് 3 കവർ ചെയ്തു. പിന്നെ നമുക്ക് HR എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. കമ്പനിയിൽ HR അല്ല, ലൈവിൽ പറഞ്ഞ അതേ കോമഡികൾ, വിച്ച് ഈസ് സോ ക്രിഞ്ചിഫൈ. ഓക്കെ, അപ്പൊ HR എന്ന് പറയുന്നത് HR മാനേജർ അല്ല, ഹൊറിസോണ്ടൽ റൂൾ എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ലൈൻ വന്നാണ്ടോ, അത് ആ HR കാരണം വന്നതാണ്. സോ ഇപ്പൊ HR ഉണ്ട്, നേരത്തെ HR ഇല്ലാത്തതുകൊണ്ട് ലൈൻ ഇല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എൻ ഹൊറിസോണ്ടൽ റൂൾ. പിന്നെ A എന്ന് പറയുന്നത് ആങ്കർ ടാഗ് അഥവാ ലിങ്ക് ടാഗ് എന്നൊക്കെ അറിയപ്പെടും. അതിനാണ് ഓക്കെ google.com. ഇവിടെ നമുക്ക് A ടാഗിനകത്ത് നടുക്കൊരു ടെക്സ്റ്റ് കൊടുത്താൽ അത് അവിടെ വരും. ആട്രിബ്യൂട്ട് ഈസ് href, അതിനകത്താണ് നമ്മൾ URL കൊടുക്കുന്നത്. ഇറ്റ് കുഡ് ബി URL, ഒരു ലോക്കലി സ്റ്റോർ ചെയ്ത ഒരു ഇമേജിന്റെ ലിങ്ക്, എനിത്തിങ് ഇറ്റ് കുഡ് ബി. പക്ഷെ വർക്ക് ആവുന്ന ഒരു ലിങ്ക് ആയിരിക്കണം, ദാറ്റ്സ് ഓൾ. സോ ഇപ്പൊ ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നേരെ ഗൂഗിളിലോട്ട് പോകും, കാരണം href ഈക്വൽ ടു google.com എന്നാണ് കൊടുത്തേക്കുന്നത്. A ടാഗ് ആണ്, hrefനകത്ത് ലിങ്ക് കൊടുത്തേക്കും. ഈ നടുക്ക് കൊടുക്കുന്നതാണ് ടെക്സ്റ്റ് വരുന്നത്. ഒന്നും കൊടുത്തില്ലെങ്കിൽ അവിടെ ഒന്നും വരത്തില്ല. നടുക്കപ്പോ എന്തെങ്കിലും കൊടുക്കേണ്ടത് ഈസ് മാൻഡേറ്ററി. ഓക്കെ, സോ അതാണ് നമ്മൾ കണ്ട A ടാഗ്. പിന്നെ അത് കൂടാതെ നമുക്ക് ലിസ്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചധികം എലമെന്റ്സ് ഉണ്ട്. അതൊന്നാണ് OL എന്ന് പറയുന്നത്. OL എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓർഡേർഡ് ലിസ്റ്റ്. ഓക്കെ, ഇവിടെ 1 2 3 വന്നില്ല, അതിനൊരു പർട്ടിക്കുലർ ഓർഡർ 1 2 3, ഇറ്റ് ഈസ് ഓർഡേർഡ്, റൈറ്റ്? അതുകൊണ്ട് തന്നെ ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയും. ഈ LI എന്ന് പറയുന്നത് ലിസ്റ്റ് ഐറ്റം ആണ്, ഇറ്റ് ഷുഡ് ബി എൻക്ലോസ്ഡ്, കാരണം ഓർഡേർഡ് ലിസ്റ്റ് അകത്താണ് ലിസ്റ്റ് ഐറ്റം ഉള്ളത്. സോ ഇതുപോലെ തന്നെ നമുക്ക് അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്. അൺഓർഡേർഡ് ലിസ്റ്റ് UL ആണ്. ഓക്കെ, ലിസ്റ്റ് ഐറ്റം സെയിം തന്നെയാണ് രണ്ടിനകത്തും ഉള്ളത്. ഇവിടെ എന്റെ ക്യാമറ കവറപ്പ് ചെയ്യാനുള്ള സാധ്യത കാണുന്നു ഞാൻ. യാ, ഓക്കെ, നമുക്കൊരു മിനിറ്റ്, ഞാൻ വെള്ളത്തെ കോഡ് കുറച്ചൊന്ന് കമന്റ് ചെയ്യാം, അപ്പൊ അത് ഹൈഡ് ആവത്തില്ല. യെസ്. സോ ഇതെന്ന് പറയുന്നത് ഓർഡേർഡ് ലിസ്റ്റ് ആണ്, അതിനൊരു പർട്ടിക്കുലർ ഓർഡർ ഉണ്ട്. ഇതെന്ന് പറയുന്നത് അൺഓർഡേർഡ് ലിസ്റ്റ് ആണ്, കാരണം അതിനൊരു ഓർഡർ ഇല്ല. ഇവിടെ 1 2 3 ഇല്ല, ഡോട്ട് ആണ്. അപ്പൊ ഇത് കണ്ടിട്ട് ഇതിന്റെ ഓർഡർ മനസ്സിലാക്കാൻ പറ്റുമോ? ഈവൻ ദോ ഒരു ഹയറാർക്കി ഉണ്ടെങ്കിൽ പോലും അതൊരു റോയിലാണെങ്കിൽ അതിന്റെ ഓർഡർ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ദാറ്റ്സ് എ ഡിഫറൻസ്. ബാക്കിയെല്ലാം സെയിം ആണ്. LI എന്ന് പറയുന്നത് ലിസ്റ്റ് ഐറ്റം ആണ്. ഓക്കെ, പിന്നെ നമുക്ക് വേറെ ഒരു കോമൺ ആയിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് ബട്ടൺ ടാഗ് ആണ്. ദാറ്റ് ഈസ് ക്ലിക്ക് മീ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കത്തില്ല, കാരണം അതിന്റെ ആക്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. സോ അതെന്ന് പറയുന്നതാണ് ബട്ടൺ ടാഗ്. ബട്ടൺ നെയിം കൺവേ ചെയ്യുന്ന പോലെ അതിനകത്ത് നമ്മൾ A ടാഗ് കൊടുത്ത പോലെ വി ഗീവ് ദ ടെക്സ്റ്റ്. ഓക്കെ,
നമുക്കൊരു കാര്യം ചെയ്യല്ലേ, ഇത് പിടിച്ചിപ്പുറത്തിട്ടിട്ട് ഇതിനെ കൊണ്ട് ഇപ്പുറത്തിടുകയാണെങ്കിൽ എന്റെ തല അവിടെ ഇരുന്നോളും. ഓക്കെ, സോ നമ്മളിപ്പോ എവിടെ കവർ ചെയ്യാം? നമ്മളിപ്പോ ബട്ടൺ വരെ പറഞ്ഞു നിർത്തി. ഇനി നമുക്ക് സ്പാൻ, ഐഫ്രെയിം, ഇമേജ് ടാഗ്. സോ സ്പാൻ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ലൈക്ക് അത് പി ടാഗിനെ പോലെ തന്നെ ഒരു ടാഗാണ്. ഇപ്പൊ ഇവിടെ ഞാൻ അശ്വിൻ ഷോ എന്ന് കൊടുത്തെന്ന് എഴുതിക്കോ. ഓക്കെ, ഇവിടെ ഞാനൊരു സ്പാനിനകത്തും എസ്ഒ അല്ല, സ്പാനിനകത്തും ഞാനിപ്പോ അശ്വിൻ ഷോ എന്ന് കൊടുത്തെന്ന് എഴുതിക്കോ. ഇതിന് രണ്ടിനെയും കണ്ട എന്തെങ്കിലും ഡിഫറൻസ് തോന്നുന്നുണ്ടോ? ഒരു ഡിഫറൻസും ഇല്ല, കാരണം രണ്ടിന്റെ ബിഹേവിയർ ഒന്നാണ്. ഐ മീൻ ബൈ ഡിഫോൾട്ട് എല്ലാ ടാഗിന്റെ ബിഹേവിയർ ടെക്സ്റ്റ് ടാഗിന്റെ ഒക്കെ ഒന്ന് തന്നെയാണ്. സോ ഇതിന്റെ യൂസ് കേസ് എന്താന്ന് വെച്ചാൽ, എനിക്കിപ്പോ അശ്വിൻ അശോക് ഈസ് എ ഫ്രണ്ട് എൻഡ് എഞ്ചിനീയർ എന്ന് കൊടുക്കുകയാണെന്ന് കരുതിക്കോ. എനിക്ക് ഫ്രണ്ട് എൻഡ് എഞ്ചിനീയറിനെ മാത്രം ഒരു സ്പെസിഫിക് സ്റ്റൈൽ അപ്ലൈ ചെയ്യണം. എനിക്ക് ഫ്രണ്ട് എൻഡ് എഞ്ചിനീയറിനെ മാത്രം കളർ ചേഞ്ച് ചെയ്യണേൽ അത് ഇപ്പോഴത്തെ കേസിൽ പോസിബിൾ അല്ല, കാരണം ഇത് ഒറ്റ ടാഗാണ്. എനിക്ക് ടാഗ് ഫോക്കസ് ചെയ്ത് ഞാൻ സ്റ്റൈൽ എഴുതി കഴിഞ്ഞാൽ അത് ആ ടാഗ് CSലോട്ട് കയറുമ്പോൾ മനസ്സിലാകത്തുള്ളൂ. ടാഗ് ഫോക്കസ് ചെയ്ത് സ്റ്റൈൽ എഴുതി കഴിഞ്ഞാൽ അത് ആ ടാഗ് മൊത്തത്തിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്കിപ്പോൾ അതിന്റെ ആവശ്യമില്ല. എനിക്ക് ജസ്റ്റ് ഫ്രണ്ട് എൻഡ് എഞ്ചിനീയറിന്റെ മാത്രം കളർ മാറ്റിയാൽ മതി എങ്കിൽ നമ്മൾ ആ കേസിൽ എന്ത് ചെയ്യും? ഇതിനെ മാത്രം സ്പാനിനകത്ത് എൻക്ലോസ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ അപ്പോഴും അവിടെ വിസിബിളി ഒരു ചേഞ്ചും ഇല്ല. സ്പാനിനെ മാത്രം എൻക്ലോസ് ചെയ്തുകൊണ്ട് നോ വിസിബിൾ ചേഞ്ച്. കാരണം ഞാൻ പറഞ്ഞ പോലെ രണ്ടിനും ഡിഫോൾട്ട് സ്റ്റൈലിംഗ് ഒന്ന് തന്നെയാണ്. പക്ഷെ ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്പാനിനെ ടാർഗറ്റ് ചെയ്ത് CSSൽ സ്റ്റൈൽ എഴുതാൻ പറ്റും. അപ്പൊ അതിന്റെ കളർ മാത്രമേ മാറത്തുള്ളൂ. അത് ഞാൻ ലൈക്ക് CSS കയറുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പൊ മനസ്സിലാക്കാം. ജസ്റ്റ് ഒരു പാരഗ്രാഫിനകത്ത് നമ്മളിപ്പോ വിക്കിപീഡിയ ഒക്കെ നോക്കുകയാണെങ്കിൽ, വിക്കിപീഡിയ HTML ഒക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പൊ നോക്കിയാൽ അറിയാം, ഇതൊക്കെ എ ടാഗ് ആണെന്ന് കരുതിക്കോ. അല്ലെങ്കിൽ ഇതിനകത്ത് ഇപ്പൊ ഇതൊരു സ്പാൻ ടാഗ് ആണ് നിങ്ങൾ അസ്യൂം ചെയ്തോ. ഈ ഒരു പി ടാഗിനകത്ത് ഇതിന്റെയൊക്കെ സ്റ്റൈൽ ഡിഫറെന്റ് അല്ലേ? ഇതിനൊരു പച്ച കളറില്ലേ? എവിടെ ഇതാ ഈ ക്യാൻവാസിന് ഈ ഒരു പി ടാഗിനകത്ത് ഒരു പച്ച കളറും ഒരു പെട്ടിയൊക്കെ ഉണ്ട്. സോ ഈ സാധനം നമുക്ക് ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയാൽ അറിയാം സ്പാൻ ടാഗ് ആണോ ഉള്ളതെന്നുള്ള. സോ F12 അടിച്ച ഇൻസ്പെക്ടിന്റെ വിൻഡോ ഓപ്പൺ ആയി വരും. ടോപ്പ് ലെഫ്റ്റിൽ ഈ ഐക്കൺ ഉണ്ട്, സ്പാൻ ടാഗ് ആയിരിക്കണേ. കണ്ട, സ്പാൻ ടാഗ് ആണ്. സോ ഇറ്റ് ഈസ് എ കോഡ് ടാഗ് ആണ്, പക്ഷെ അതിനകത്ത് നോക്കിയാൽ സ്പാൻ ഉണ്ട്. സോ കോഡ് എന്ന് പറഞ്ഞ് വേറൊരു ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ സ്പാൻ ടാഗ് ഇതിനകത്ത് വേറെ സ്പാൻ ടാഗ് വല്ലതും ഉണ്ടോ? ഇത് എ ടാഗ് ആയിരിക്കും. അതാണ് യൂസ് കേസ് എന്ന് പറയുന്നത്. ഒരു കൂട്ടം ടെക്സ്റ്റിനകത്ത് വേറെ ഏതെങ്കിലും ടെക്സ്റ്റിന് ഒരു പർട്ടിക്കുലർ സ്റ്റൈൽ കൊടുക്കണമെങ്കിൽ വി യൂസ് സ്പാൻ ടാഗ്. അതാണ് ഒരു മിനിമം യൂസ് കേസ്. 25 ഗൈസ് ഗ്രൂപ്പിൽ എപ്പോൾ മൈ ഡിസിഷൻ ഓഫ് റെക്കോർഡിംഗ് ദിസ് വീഡിയോ വാസ് ഇൻ ബാഡ് ആഫ്റ്റർ ഓൾ. ഓക്കെ, സോ അതാണ് ആ ഒരു യൂസ് കേസ് എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോ സ്പാൻ ടാഗ് വരെ കവർ ചെയ്തിട്ടുണ്ട്. സ്പീഡ് കൂടുതലാണെന്ന് അറിയാം, വേണമെങ്കിൽ ഒരു 0.75 സ്വിച്ച് ചെയ്തോളൂ. അടുത്തത് ഐഫ്രെയിം എന്ന് പറയുന്ന ടാഗാണ് ഗായ്സ്. ഐഫ്രെയിം എന്ന് പറയുന്നത് ഈസ് ലൈക്ക് നിങ്ങൾ ചില വെബ്സൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ലൈക്ക് ഒരു വെബ്സൈറ്റിനകത്ത് വേറൊരു വെബ്സൈറ്റ് കൊടുത്തിട്ടുള്ള ലൈക്ക് ഇതൊരു വെബ്സൈറ്റ് ആണ്. ലൈക്ക് ഓവർബോർഡ് കൊച്ചി എന്ന് പറയുന്നത് മേക്ക് മൈ പാസ് യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടറിയാം, ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഓവർബോർഡ് കൊച്ചിയുടെ വെബ്സൈറ്റാ, kochi.overboard.club. പക്ഷെ അതിനകത്ത് ഈ കാണുന്ന ഒരു വിൻഡോ ഇല്ലേ, അത് ശരിക്കും മേക്ക് മൈ പാസിന്റെ വെബ്സൈറ്റ് ആണ്. സോ അതൊന്ന് F12 അടിച്ച് ഇൻസ്പെക്ട് പോയിട്ട് ഈ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഹോവർ ചെയ്താൽ ഇവിടെ ഒരു കണ്ടെയ്നർ ഉണ്ട്, ഒരു div ഉണ്ട്, കണ്ടോ? ഐഫ്രെയിം കണ്ടോ? സോ ഒരു വെബ്സൈറ്റിനകത്ത് ഇതാണ് ആ അകത്ത് എംബഡ് ചെയ്തേക്കുന്ന വെബ്സൈറ്റിന്റെ ലിങ്ക്. ദിസ് ഈസ് എ നെറ്റ് അനദർ വെബ്സൈറ്റ്. ഇതൊരു വെബ്സൈറ്റ് ആണ്. ആ വെബ്സൈറ്റിനകത്ത് ഈ വെബ്സൈറ്റിനെ അവർ എംബഡ് ചെയ്തേക്കാം. നമ്മളപ്പോ വേറൊരു കോമൺ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോ യൂട്യൂബിൽ വരുവാണെങ്കിൽ ഇഫ് യു ഗോ സ്ട്രേറ്റ് ടു ലൈക്ക് ഇവിടെ എന്തെങ്കിലും ഈ ഒരു വെബ്സൈറ്റിന്, ഇതൊരു യൂട്യൂബിന്റെ വെബ്സൈറ്റാണ്. നിങ്ങൾ ഐഫ്രെയിം കണ്ടിട്ടുണ്ടാവും. ഏതൊരു യൂട്യൂബ് വെബ്സൈറ്റ് ഐ മീൻ ലൈക്ക് വീഡിയോ എടുത്താലും അതിന്റെ ഷെയർ ബട്ടണിനകത്ത് നിങ്ങൾക്ക് എംബഡ് ചെയ്യാനുള്ള ഒരു കോഡ് കിട്ടും. കണ്ടോ? ദിസ് ഈസ് ആൻ ഐഫ്രെയിം. അപ്പൊ എന്ത് മനസ്സിലാക്കാം? വെബ്സൈറ്റിനകത്ത് വെബ്സൈറ്റ് മാത്രമല്ല, വേറെ ഇതുപോലത്തെ വീഡിയോ മെറ്റീരിയൽ അല്ലെങ്കിൽ ഐ മീൻ ലൈക്ക് അങ്ങനത്തെ സാധനങ്ങൾ ഒരു വെബ്സൈറ്റിനകത്ത് വേറൊരു വെബ്സൈറ്റിന്റെ എന്തെങ്കിലും എലമെന്റ് നിങ്ങൾക്ക് റെൻഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എൻ ഐഫ്രെയിം. സോ ഞാനിപ്പോ അവിടെ നിന്ന് എടുത്ത ആ വെബ്സൈറ്റ് റെക്കോർഡിംഗ് സോ അവിടെ നിന്ന് എടുത്ത വെബ്സൈറ്റിന്റെ ഐഫ്രെയിം ഇവിടെ കൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനി ഔട്ട്പുട്ട് നോക്കി വെക്കാം. വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട്? കണ്ട, ആ വീഡിയോ ഇവിടെ വന്ന കണ്ടില്ലേ? സോ ദാറ്റ് ഈസ് ബേസിക്കലി എൻ ഐഫ്രെയിം. അവിടെ വേറെ വെബ്സൈറ്റിലുള്ള എന്തെങ്കിലും ഒരു കണ്ടന്റ് നമ്മുടെ വെബ്സൈറ്റിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ വി ഗോ ഫോർ എൻ ഐഫ്രെയിം. അതിനകത്ത് ഇത്രയധികം പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ബൈ ഡിഫോൾട്ട് ആയിട്ട് യൂട്യൂബ് കൊടുക്കുന്നുണ്ട്. സോ വി ആർ നോട്ട് ഗോയിങ് ഇൻ ടു ദാറ്റ്. ഇവിടെ സോഴ്സിനകത്താണ് ഐഫ്രെയിമിന്റെ ആ വെബ്സൈറ്റ് ഏതാണോ വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുക്കുന്നത്. സോ അത് കഴിഞ്ഞാൽ നമുക്ക് ആരുണ്ട്? നമുക്ക് IMG ടാഗ് ഉണ്ട്.
IMG ടാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേര് പോലെ തന്നെ ഇമേജ് കാണിക്കാനാണ്. സോ നമുക്കിപ്പോൾ ഒരു ഇമേജ് തൽക്കാലത്തേക്ക് github.com പോയിട്ട് എൻ്റെ പ്രൊഫൈൽ പിക്ചറിന്റെ ഇമേജ് കോപ്പി ചെയ്തുകൊണ്ട് വരാം. സോ ഇറ്റ് കുഡ് ബി എനി ഇമേജ്, ലൈക്ക് ഈ ഒരു ഇമേജ് ആവണമെന്ന് തന്നെ ഇല്ല. വെബ്സൈറ്റ് www. ഐ മീൻ ലൈക്ക് ഇറ്റ് കുഡ് ബി എനി വാലിഡ് ഇമേജ് ലിങ്ക്. സോ ഞാനിപ്പോൾ ഈ ഇമേജ് ലിങ്ക് കൂടെ പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ വെബ്സൈറ്റിനകത്ത് എൻ്റെ ഇമേജ് വരും. ഓക്കെ, സോ ആ വെബ്സൈറ്റിനകത്ത് എൻ്റെ ഇമേജ് വരും. ഓക്കെ, സോ ആ വെബ്സൈറ്റിനകത്ത് ഇപ്പൊ എന്റെ ഇമേജ് വന്നു. സോ ഇത് ലിങ്ക് മാത്രമല്ലാതെ ലോക്കലിയും നിങ്ങൾക്ക് ഇവിടെ ഒരു ഇമേജ് ഫയൽ ഉണ്ടെങ്കിൽ അതിനെ യൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇവിടെ ഇപ്പൊ ഒരു ഇമേജ് ഉണ്ടെന്ന് കരുതിക്കോ, IMG1 സംതിങ് ഉണ്ടെങ്കിൽ ./ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഡയറക്ടറി കിട്ടും. ഓക്കെ, സോ ഇവിടെ index.html മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ഈ ഫോൾഡറിനകത്ത് ഇവിടെ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ അത് ഷോ അപ്പ് ചെയ്യും. സോ അത് അവിടെ ഇട്ടാൽ ഇറ്റ് വർക്ക്സ്. സോ അതാണ് ഇമേജ് ടാഗ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ഇത്രയെന്ന് പറയുന്നത് ലൈക്ക് നമ്മുടെ ടേബിളിന്റെ കുറച്ച് ആട്രിബ്യൂട്ട്സ് ആണ്. അത് നിങ്ങളൊന്ന് സെൽഫായിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു പുള്ളിയാണ് മക്കളെ ഡിവ് എന്ന് പറയുന്നത്. ഡിവ് എന്ന് പറയുന്നത് ഈസ് ലൈക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ഇപ്പൊ ഡിവിനെ കാണാനില്ല, ബാക്കിയുള്ളവരെ കാണുമെന്ന് പറഞ്ഞില്ല. അത് ജസ്റ്റ് ഒരു ഗ്രൂപ്പ് പോലത്തെ ഒരു എൻക്ലോഷർ ആണ്. അതും മെയിൻ ആയിട്ട് CSS ലാണ് ആപ്ലിക്കബിൾ ആവുന്നത്. ഒരേപോലത്തെ കുറച്ച് സാധനങ്ങളെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിവ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോ എന്താ പറയാ, ഹെഡറിൽ വരുന്ന തിങ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്ന പോലെ ചിലപ്പോൾ ഒരു ബന്ധമില്ലാത്ത ഈ ഐഫ്രെയിമും ഈ ഇമേജും ഒന്നാണെന്ന് കരുതിക്കും. അല്ലെങ്കിൽ ഇത്രയും സാധനം ഒന്നാണെങ്കിൽ എനിക്ക് അതിനെ ഗ്രൂപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡിവ് ഉപയോഗിക്കുന്നത്. അതപ്പം എൻ്റെ വെബ്സൈറ്റിൽ ഒരു കണ്ടെയ്നർ ആയിട്ട് എനിക്ക് കിട്ടും. ഓക്കെ, അത്രയാണ് ഡിവ്. വിസിബിളി CSS എഴുതാത്തടത്തോളം കാലം ദർ വോണ്ട് ബി എനി വിസിബിൾ ചേഞ്ചസ്. സോ ഇത്രയുമാണ് നമ്മൾ ഡേ 1 കവർ ചെയ്തത്. സോ ദാറ്റ് ഈസ് ദ ഡേ 1 ഓഫ് ഡേ 1, 2, 3, 4 വീഡിയോ. ഞാൻ ഇവിടെ ഒന്ന് പോസ് ചെയ്യുകയാണ്. വി വിൽ കണ്ടിന്യൂ ഇൻ എ മിനിറ്റ്. എവിടെയാണ് പോസ് ബട്ടൺ ഇതിനകത്ത്? ആ